ദിനവൃത്താന്തം 2-ാം പുസ്തകം അധ്യായം 19. യഹൂദ രാജാവായ യെഹോശാഫാത്ത് സന്ധ്യയ്ക്ക് യെരൂശലേമിൽ തൻ്റെ അരമനയിലേക്ക് സമാധാനത്തോടെ മടങ്ങി വന്നപ്പോൾ ഹനാനിയുടെ മകനായ പ്രവാചകൻ അവനെ എതിരേറ്റു ചെന്ന് യെഹോശാഫാത്ത് രാജാവിനോട്, ദുഷ്ടന് സഹായം ചെയ്യുന്നത് ശരിയോ? ദൈവത്തെ പകയ്ക്കുന്നവരോട് നീ സ്നേഹം കാണിക്കുന്നുവോ? അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് കോപം നിന്റെ മേൽ വന്നിരിക്കുന്നു. എങ്കിലും നീ കുറവില്ലാത്ത രക്തം ചിന്താതിരിക്കുകയും ദൈവത്തെ അന്വേഷിക്കുവാൻ മനസ്സ് വയ്ക്കുകയും ചെയ്തതിനാൽ നന്മയും നിന്നിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യെഹോശാഫാത്ത് യെരൂശലേമിൽ താമസിച്ചു. ബേർശേബ മുതൽ എഫ്രയീം മലനാട് വരെ ജനത്തിൻ്റെ ഇടയിൽ 7 നഗരങ്ങളിൽ വീണ്ടും സഞ്ചരിച്ചു. അവരെ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരികെ വരുത്തി. അവൻ ദേശത്ത് നഗരം തോറും യഹൂദയിലെ ഉറപ്പുള്ള പട്ടണങ്ങളിലെല്ലാം ന്യായാധിപന്മാരെ നിയമിച്ചു. നിങ്ങൾ ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം. നിങ്ങൾ മനുഷ്യർക്കല്ല ദൈവത്തിനു വേണ്ടി അത്രേ ന്യായപാലനം ചെയ്യുന്നത്. ന്യായപാലനത്തിൽ അവൻ നിങ്ങളോടുകൂടി ഇരിക്കുന്നു. ആകയാൽ ദൈവഭക്തി നിങ്ങളിൽ വേണം. സൂക്ഷിച്ച് പ്രവർത്തിച്ചു കൊള്ളണം. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ പക്കൽ അന്യായവും മുഖപക്ഷവും കൈക്കൂലിയും ഇല്ല. യെരൂശലേമിൽ യെഹോശാഫാത്ത് ലേവ്യരിലും പുരോഹിതന്മാരിലും ഇസ്രായേലിൻ്റെ പിതൃഭവന തലവന്മാരിലും ചിലരെ കർത്താവിൻ്റെ ന്യായപാലനത്തിനായും വ്യവഹാരം തീർക്കേണ്ടതിനായും നിയമിച്ചു. അവർ യെരൂശലേമിൽ മടങ്ങി വന്നു. അവർ അവരോട് കൽപ്പിച്ചത്, നിങ്ങൾ ദൈവഭയത്തോടും വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടി ഇങ്ങനെ പ്രവർത്തിച്ചു കൊള്ളണം. ഓരോ പട്ടണങ്ങളിലും പാർക്കുന്ന നിങ്ങളുടെ സഹോദരന്മാർ വിവിധ രക്തപാതകങ്ങളെയും ന്യായപ്രമാണത്തെയും കൽപ്പനയെയും ചട്ടങ്ങളെയും വിധികളെയും സംബന്ധിച്ച് ഏതൊരു വ്യവഹാരവും നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്നാൽ അവർ ദൈവത്തോട് അകൃത്യം ചെയ്തിട്ട് നിങ്ങളുടെ മേലും നിങ്ങളുടെ സഹോദരന്മാരുടെ മേലും ക്രോധം വരാതിരിക്കേണ്ടതിന് നിങ്ങൾ അവർക്ക് ബുദ്ധി ഉപദേശിച്ച് കൊടുക്കണം. നിങ്ങൾ കുറ്റക്കാരാകാതിരിക്കേണ്ടതിന് അങ്ങനെ ചെയ്തു കൊള്ളണം. ഇതാ മഹാപുരോഹിതനായ അമര്യ ദൈവത്തിൻ്റെ എല്ലാ കാര്യത്തിലും യഹൂദാഗൃഹത്തിൻ്റെ പ്രഭുവായ ഇശ്മായേലിൻ്റെ മകൻ സെബദ്യാം രാജാവിൻ്റെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് തലവന്മാരായിരിക്കുന്നു. ലേവ്യരും ഉദ്യോഗസ്ഥരായി നിങ്ങൾക്ക് ഉണ്ട്. ധൈര്യപ്പെട്ട് പ്രവർത്തിച്ചു കൊള്ളുവിൻ. ദൈവം നിങ്ങളുടെ സഹായത്തിനുണ്ടായിരിക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാറകുമോ.